41 ദിവസം നീണ്ട ഭക്തിനിർഭരമായ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമലയിൽ മണ്ഡലപൂജ നടന്നു. പകൽ 10:10-നും 11:30-നും ഇടയിലാണ് മണ്ഡലപൂജ നടന്നത്. 23-ാം തീയതി ആറന്മുള ക്ഷേത്രസന്നിധിയിൽ നിന്ന് ആരംഭിച്ച തങ്ക അങ്കി ഘോഷയാത്ര വെള്ളിയാഴ്ച പകൽ 1 മണിയോടെ പമ്പയിലെത്തി. സ്വീകരണത്തിന് ശേഷം ഗണപതി കോവിലിൽ അങ്കി തീർത്ഥാടകർക്കായി ദർശനത്തിന് വെച്ചു. വൈകിട്ട് 3 മണിക്ക് പ്രത്യേക പേടകത്തിൽ അടക്കം ചെയ്ത തങ്കയങ്കി പന്തളത്ത് നിന്ന് എത്തിയ 9 അംഗം ഗുരുസ്വാമിമാർ തലയിലേന്തി സന്നിധാനത്തേക്ക് പുറപ്പെട്ടു. ശരംകുത്തിയിലെത്തിയ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിച്ച് താഴെ തിരുമുറ്റത്തേക്ക് ആനയിച്ചു. 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിലെത്തിയ തങ്ക അങ്കി ഘോഷയാത്രയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ രാജു, അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് സോപാനത്തിലേക്ക് എത്തിച്ചു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി എന്നിവർ ചേർന്ന് പേടകം ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി. തുടർന്നായിരുന്നു തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. ഇന്ന് രാത്രി ദീപാരാധന വരെ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനം സാധ്യമാകും. ദീപാരാധനയ്ക്ക് ശേഷം തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ നിന്നും അഴിക്കും. തുടർന്ന് പുഷ്പാഭിഷേകത്തിനും അത്താഴ പൂജയ്ക്കും ശേഷം രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.